ഗൈസ് ഇന്ന് നമുക്കൊരു കൊറിയൻ ലുക്ക് ചെയ്താലോ. എന്നെ ആവശ്യത്തിലധികം സപ്പോർട്ട് ചെയ്യണ എന്റെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ഇട്ടതാ. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഡീലിങ്സ് ഒന്നുമില്ല ചെയ്യാം. ഡാർക്ക് സർക്കിൾസ് മറക്കാൻ ആദ്യം നമുക്ക് കൺസിലർ ഇടണം, അല്ലെങ്കിൽ കൊറിയൻ മാറി ചൊറിയനാവും. കൺസിലർ കണ്ണും ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ച മുഖത്തും കൂടി കുറച്ചിടാന്ന്. അങ്ങനെ മുഖത്തും കുറച്ചിട്ടു. അടുത്ത പരിപാടി മുഖത്ത് ആരോ പിടിച്ചിടിച്ച പോലെ നമ്മൾ ബ്ലഷ് ഇടണം. നമുക്ക് ആദ്യം ഇടുമ്പോ ഓവറാൻ തോന്നിയാലും പിന്നീട് അത് സെറ്റ് ആവും. മുഖത്തെ കാര്യപരിപാടികളൊക്കെ കഴിയാറായപ്പോഴാണ് എനിക്ക് സ്ട്രോപ്പ് ക്രീമിന്റെ ഓർമ്മ വന്നത്. സാരിലെ പോട്ടെ അടുത്ത ബ്രഷ് ഇടാം. പിന്നെ കുറച്ച് ഐഷാഡോ ഇടാം. ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടു, ഇട്ടില്ലാന്ന് ചോദിച്ചാൽ ഇട്ടില്ല. ആ ഒരു വൈബ്. എന്റെ കാലങ്ങളായിട്ട് ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കണ ഒരാളത് ഏത് ഐലാഷസ് കളറേ. അപ്പൊ ഇന്നവനെ ഞാൻ ഒന്ന് പൊടി തട്ടി എടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ കണ്ണെഴുതണം. കണ്ണാടി നോക്കി എഴുതിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് അറിയണോണ്ട് കണ്ണാടി നോക്കി എഴുതി. അടുത്തത് ലേശം മസ്കാര, പിന്നെ ലിപ്സ്റ്റിക്. കുറച്ച് ഗ്ലോസി ലിപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഈ ലിപ് ഷൈനർ ഒക്കെ എടുത്ത് തേച്ചു. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എന്റെ മെയിൻ റെഡ് ലിപ്സ്റ്റിക് തന്നെ ഇട്ടു. അപ്പോഴാണ് എനിക്കൊരു സംതൃപ്തി കിട്ടിയത്. അടുത്ത പരിപാടിയാണ് ഹെയർ സ്റ്റൈൽ സെറ്റ് ആക്കലേ. എനിക്കാണെങ്കിൽ എന്തേലും ഹെയർ സ്റ്റൈൽ അറിയോ ഇല്ല. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഓടി വന്നതാണ് ഏത് പോണി ടൈൽ പോലെ കിട്ടിയിട്ട് ബാക്കിൽ ഇങ്ങനെ ഒരു ക്രാബ് കുത്തി വയ്ക്കുക. ഹെയർ സ്റ്റൈൽ റെഡി. അങ്ങനെയുണ്ട്. എനിക്ക് അങ്ങനെ ഫുൾ ആയിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ടൊന്നും കൊറിയൻ ലുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും മലയാളി ലുക്ക്, തമിഴ് ലുക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അത്രയുള്ള വീഡിയോ ബൈ. പിന്നൊരു കാര്യം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടാ. അപ്പൊ ശരി, എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.